അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പിലൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകളിൽ പരീക്ഷിച്ച് ഫലം കണ്ടറിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. സലാം വീട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ഈ കൊടുക്കുന്ന ആയത്ത് നിങ്ങൾ 124 പ്രാവശ്യം ഓതുക. ഏതാണ് ഈ ആയത്ത്? നമ്മുടെ അൽ ബക്കറയിലെ അവസാനത്തെ ആമന്ന റസൂൽ എന്ന് തുടങ്ങുന്നത് തൊട്ടിട്ട് അവസാനം വരെ നിങ്ങൾ 124 പ്രാവശ്യം കിബിലക്ക് മുന്നിട്ട് തന്നെ നിങ്ങൾ ഓതണം. അത് 5 ദിവസം നിങ്ങൾക്ക് പറ്റാം, അല്ലെങ്കിൽ 7 ദിവസം ചെയ്യാം, അതും അല്ലെങ്കിൽ 11 ദിവസം തുടരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ഓതി തുടങ്ങിയാൽ നിങ്ങൾ ആരോടും സംസാരിക്കാനും പോകരുത്. കാരണം നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെ ആഗ്രഹങ്ങളാണെങ്കിലും അത് റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. അതിൻ്റെ ഉത്തരം റബ്ബ് തരിക തന്നെ ചെയ്യും. അൽ ബക്കറയിലെ അവസാനത്തെ ആമന്ന റസൂൽ മുതലുള്ള ആയത്തുകൾ എത്ര തേജസ് നിറയപ്പെട്ടവയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം. നബി തങ്ങൾക്ക് അള്ളാഹു മിഅ്റാജിൽ രാവിൽ നൽകിയവയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹത്വത്തെപ്പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ, വേദനകൾ, എന്തെങ്കിലും അസുഖം കൊണ്ടൊക്കെ നമുക്ക് പല പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇത് ദിവസേന നിങ്ങൾ ആയത്തുൽ കുർസിയോടൊപ്പം കൂട്ടിയിട്ട് ഓതുക. എന്നാൽ നിങ്ങളുടെ പല പ്രയാസങ്ങളും ശാരീരികമായ വേദനകൾക്കും നല്ല ശമനം കിട്ടും. പോരാത്തതിന് മനസ്സമാധാനം, അതല്ല ഒരു മനുഷ്യന് ആവശ്യം. നല്ല സമാധാനവും സന്തോഷവും ലഭിക്കും. ഇനി മനഃപ്പാഠമാക്കാൻ പറ്റുന്നവർ ഇത് മനഃപ്പാഠമാക്കി വെക്കുക. അതും പറ്റില്ലെങ്കിൽ കേട്ട് പഠിക്കുകയും ചെയ്യുക. ഇനി ചില ആളുകൾ പറയും എൻ്റെ കുഞ്ഞിന് ഓർമ്മ കുറവാണ്, ബുദ്ധി കുറവാണ്, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആമന്ന റസൂലും ആയത്തുൽ കുർസിയും ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ആ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഏത് ഭാഗത്തു നിന്നൊരു ശത്രുക്കളുടെ ബുദ്ധിമുട്ടോ പ്രയാസമോ നമുക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ ഇത് നമ്മൾ നിത്യേന പതിവാക്കി ഓതിയാൽ നമുക്ക് രാവിലെയും അതുപോലെ വൈകിട്ടും ഒരു 3 പ്രാവശ്യം വെച്ച് ഓതിയാൽ നമുക്ക് ഒരു ശത്രുക്കളുടെ ഉപദ്രവം ഏൽക്കുകയില്ല. ശത്രുക്കളൊക്കെ തകർന്നടിഞ്ഞങ്ങ് പോകും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്. അത് വീടപ്പെടാൻ എന്ത് ചെയ്തിട്ടും അത് ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആമന്ന റസൂൽ ഒരു എത്ര എന്നില്ല, കണക്കമില്ലാത്തത്ര നിങ്ങളുടെ നിയ്യത്ത് വെക്കുക. മനസ്സിൽ എൻ്റെ കടങ്ങൾ മുഴുവനായി എനിക്ക് വീടി കിട്ടണം എന്ന് നിയ്യത്ത് വെച്ചിട്ട് ആമന്ന റസൂൽ എണ്ണമില്ലാത്തത്ര നിങ്ങൾ പതിവാക്കി ഓതിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല കടങ്ങളും വീടപ്പെടുത്തരും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ പറയാനുള്ളത് മാനസിക പ്രയാസം. ഒരുപാട് ആളുകൾക്ക് മാനസിക പ്രയാസമുള്ള ആളുകളാണ്. അതൊക്കെ മാറണമെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും നിർത്താതെ അത് ഓതുക തന്നെ ചെയ്യണം. പിശാചുകളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആയത്തുൽ കുർസിയോടൊപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തഖ്വയോടുകൂടി ഇത് ചെയ്യുക ഇൻഷാ അല്ലാഹ്.